ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര സ്പ്രിംഗ് മാട്രസ് ആൻഡ് ചാവറ മാട്രിമണി.com എല്ലാവർക്കും സ്വാഗതം. മലയാളികൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ കോമഡി ഉത്സവത്തിന്റെ വേദിയിലേക്ക് ഇപ്പോ നമുക്ക് 3 കാര്യക്കാരാണുള്ളത്. ആ 3 കാര്യക്കാരെയും ഒരുമിച്ച് സ്വാഗതം ചെയ്യാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം. ഗിന്നസ് പക്രവ്, ടിനി ടോം ആൻഡ് കലാഭവൻ പ്രജോത്. ചേട്ടാ, സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഡബിങ് എന്ന് പറയുന്നതാണ് സാധാരണ ഉപയോഗിക്കാറ്. പക്ഷെ ലൈവ് സിംഗ് സൗണ്ടിൽ പടം ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല അല്ലേ? അങ്ങനെ ലൈവ് സിംഗ് സൗണ്ടിൽ ഒരു പടം ചെയ്തിട്ടില്ലേ? അങ്ങനെ ചെയ്ത പടമാണ് ആക്ഷൻ ഹീറോ ബിജു. ആക്ഷൻ ഹീറോ ബിജുവിന്റെ സൗണ്ട് ക്വാളിറ്റിയുടെയും ആ നാച്ചുറൽ എഫക്റ്റിന്റെയും ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈവ് സിംഗ് സൗണ്ട് ആണ് അല്ലേ? അപ്പോ ഏതായാലും അതിനകത്ത് ഒരു സീക്വൻസ് നമുക്കൊന്ന് കരോക്കെ ചെയ്താലോ? കാര്യം തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്ത സംഭവം ചെയ്യണം എന്നൊരു ആഗ്രഹത്തിലൂടെയാണ് വന്നത്. അപ്പോൾ അതിലെ ഒരു സീൻ, ഇപ്പോൾ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് ഒരുപാട് പരാതികളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരുടെ അടുത്തേക്ക് ഒരുപാട് പരാതി. അപ്പം നമ്മുടെ നിവിൻ പോളി ചെയ്ത ഒരു കഥാപാത്രം നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ചെയ്യുക. അതെ, അതില് നമ്മുടെ ബേബി മേരി എന്ന് പറയുന്ന 2 ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരൊരു പരാതിയുമായിട്ട് വരികയാണ്. ഈ പരാതി ചോദിക്കുന്നത് ഉമ്മൻചാണ്ടി സാറാണ്. അപ്പോ ബേബി ചേച്ചിയുടെയും മേരി ചേച്ചിയുടെയും ലൈവ് സിംഗ് സൗണ്ട് നമുക്ക് കരോക്കെ ആയിട്ട് പ്ലേ ചെയ്യും. അതിന് ഓപ്പോസിറ്റ് നിവിൻ പോളിയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് അവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ സൗണ്ട്. കേൾക്കാം. റെഡി? ഈ പരാതിയിൽ പറയുന്ന തോമസിന്റെ ഭാര്യ ബേബി, അത് ആരാണ് ഈ ബേബി? ഈ ഇരിക്കുന്ന അപ്പൊ പിന്നെ ഈ ഇരിക്കുന്നത് ആരാ? എന്റെ പേര് മേരി എന്നാണ് സാറേ. ഓ, അത് ശരി. ഇവക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവക്ക് കൂട്ടുവന്നതാണ്. അപ്പൊ മേരിക്ക് പേടിയില്ല അല്ലേ? എനിക്ക് പേടിയുണ്ട് സാറേ. ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും പോലീസ് സ്റ്റേഷനെയും പേടിയാണ്. പിന്നെ ഇവളുള്ള ധൈര്യത്തിൽ ഞാൻ വന്നതാണ്. നിങ്ങളിങ്ങനെ ഈ പോലീസുകാരെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ള പോലീസുകാർ ഇവിടെ ഇരിക്കുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. ഇതിൽ പറയുന്ന ഈ കനകാംബരൻ എന്ന് പറയുന്ന വ്യക്തി ആരാണോ? നിങ്ങളുടെ അയൽപക്കക്കാരനാണോ? ഏതുമായിട്ട് എന്താണ് ഈ കനകാംബരൻ എന്ന് പറയുന്ന വ്യക്തി? ആരാണ്? ഞങ്ങൾ അയൽന്തരത്തുകാരനാണ് സാറേ. രാവിലെ എന്റെ മാതാവും മക്കളും വയ്ക്കാൻ പപ്പ കുളിക്കണം. അല്ല, കുളിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ. എല്ലാം കാണിച്ചു തന്നുകൊണ്ടാണ് അവൻ കുളിക്കുന്നത് സാറേ. അങ്ങനെ കുളിക്കുമ്പോ അങ്ങോട്ട് നോക്കാതിരുന്നാ പോരെ, പ്രശ്നം തീരില്ലേ? നമ്മൾ നോക്കുമ്പോഴല്ലേ ഉള്ളു പ്രശ്നം. ശൂശു എന്ന് വിളിച്ച ആരായാലും നോക്കിപ്പോവും. കാര്യം പണ്ട് സവിതാ നായർ ശൂശു എന്ന് വിളിച്ചപ്പോ ഞാനൊന്ന് നോക്കിയതാണ്. ഞാനിപ്പോ ഇത്രയും പരുവത്തിലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശൂശു എന്ന് വിളിച്ചാൽ നോക്കണ്ട. അതൊക്കെ ഇരിക്കട്ടെ. കനകാരനെ കാണാനൊക്കെ ആള് കാണാൻ കൊള്ളത്തില്ല. കാണാൻ കൊള്ളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. ശരി, കണ്ടില്ല അടിയാ വെച്ച് തരും. എന്തായാലും നമ്മൾ ഇവനെ പൊക്കിയിരിക്കും. 24 മണിക്കൂറിനകം നമ്മൾ ഈ കനകാംബരൻ എന്ന് പറയുന്ന വ്യക്തിയെ പൊക്കിയിരിക്കും. പോലീസുകാരെന്നുള്ള ഞാൻ പറയുന്ന വാക്കാണ്. ഡെഫിനറ്റ്ലി അവനെ നമ്മൾ പൊക്കിയിരിക്കും. നല്ല ഇടി കൊടുക്കും. സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇതാണ് പ്രശ്നം. അധികാരത്തിലിരിക്കുമ്പോൾ ആക്ഷൻ ഹീറോ ചാണ്ടി, അധികാരം പോയി കഴിഞ്ഞാലോ വെറും ആക്ഷൻ ഇല്ലാത്ത തെണ്ടി. അപ്പൊ നിങ്ങൾ 3 പേരും നമുക്കറിയാം. കാരണം ഇവിടെ വരുന്ന കലാകാരന്മാർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകാൻ കഴിയുന്ന ആൾക്കാരാണ്. പ്രചോദനത്തിന് വേണ്ടി പ്രചോദനം. അപ്പോ കുറച്ച് തിങ്കിങ്ങിന് വേണ്ടി ടിനി ടോം. പക്രു ചേട്ടാ, എലിയോ അതുമായിട്ട് റൈം ചെയ്ത് വരുന്ന വാക്കെല്ലാം മോശമാണ്. അതുകൊണ്ട് പക്രു ചേട്ടാ വെറുതെ പ്രോത്സാഹിപ്പിച്ചാൽ മതി കേട്ടാ. പ്ലീസ് എവരിബഡി. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര സ്പ്രിംഗ് മാട്രസ് ആൻഡ് ചാവറ മാട്രിമണി.com മിമിക്രി കോമ്പറ്റീഷൻ. ലെറ്റ്സ് വെൽക്കം അഹമ്മദ് ഷാ ആൻഡ് അനീഷ് കാന്ദ്രപ്പള്ളി. അഹമ്മദ് ഷാ ആൻഡ് അനീഷ് കാന്ദ്രപ്പള്ളി. അഹമ്മദ് ഷാന്റെ ലിസ്റ്റ് പറയും. ആരൊക്കെയാ? 3 പേര്. ശിവജി ഗുരുവായൂർ, ഓക്കെ. PK കുഞ്ഞാലിക്കുട്ടി, ഓക്കെ. ജനാർദ്ദനൻ. ലവ്ലി ലിസ്റ്റ്, നല്ല ലിസ്റ്റ്. മുകേഷ്, മനോജ് കെ ജെയിൻ, ഇന്നസെന്റ്. മുകേഷ്, മനോജ് കെ ജെയിൻ, ഇന്നസെന്റ്. അപ്പൊ നമുക്ക് ഇവരുടെ നമ്പേഴ്സ് നോക്കാം. ഓക്കെ, ആദ്യം അഹമ്മദ് ഷായിൽ തുടങ്ങാം. ഓക്കെ, നമ്പർ 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. രേവതി ഒരു ബന്ധമില്ലാത്ത സംഭവമായിരുന്നു. രേവതി അവതരിപ്പിക്കാൻ ഭയങ്കര ക്രൂരത. അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്തേ പറ്റൂ. അത്രേ ഉള്ളൂ. ട്രൈ ചെയ്യാം. കൊരങ്ങാ, കോയിന്റെ മണം
ഞാൻ തെറ്റ് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്ത ഒക്കെ ചെയ്തു. എന്റെ മദ്യത്തിന്റെ ലഹരി ചെയ്തു പോയതാ. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ, അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ. പോട്ടെ കേട്ടോ. അപ്പൊ അടുത്തത് ഉച്ച വെച്ചിരുന്നെങ്കിൽ നമ്മൾ ഉണർന്നെ. ഓക്കെ അനീഷ പറ, നമ്പർ പറ. എന്റെ നമ്പർ 3. Let's open number 3. കുഞ്ചൻ. എന്തെങ്കിലും എനിക്കങ്ങനെ ചെയ്ത് വിട്ട് ശീലമില്ല. try ചെയ്തു. എന്നാലും ഞാൻ പറയാം. എന്നതാടേ, ആരാടേ ഇത്? അണ്ണോ എവിടെ നിന്ന്? ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ, ദിനമെൻ മനസമനില പോ. കുഴപ്പമില്ല, കുഞ്ചൻ ചേട്ടനൊന്നും ആരും പറ്റിയില്ല. അല്ല ഇങ്ങോട്ട് കുറ്റബോധംകാരൻ ഇങ്ങോട്ട് നോക്കുക പോലെ ചെയ്യാണ്ടാണ് പുറകിലേക്ക് നോക്കിയാ ചെയ്തത്. അനീഷ കുഴപ്പമില്ല. അപ്പൊ അടുത്ത നമ്പർ അഹമ്മദ് പറയും. ലക്കി നമ്പർ 7. Lucky number 7. Let's open number 7. കിട്ടിയില്ലേ? ലക്ക് തന്നെ. ഓക്കെ. മുസ്ലിം ലീഗിന്റെ ഉള്ളില് അങ്ങനത്തെ ഓരോ പ്രശ്നമില്ലാതെ അതുങ്ങൾക്ക് വെറുതെ തോന്നണതല്ലേ. 2 ലക്ഷത്തിന്റെ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം ഇതിന്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പേടിപ്പിക്കാൻ നോക്കുന്നു വേണ്ടട്ടാ. നോ ഇല്ല. നോ. കലക്കിടോ ഗംഭീര. അനീഷ നമ്പർ 5. Let's open number 5. സൗബീൻ ചെയ്യാൻ പറ്റും അല്ലേ? നോക്കാം. ട്രൈ ചെയ്തു. ആർട്ടിസ്റ്റ് ബേബി ഇത്ര ചീപ്പാണോ? എന്താണ് ബേബിച്ചിട്ടാ? ബേബിച്ചിന്റെ കാര്യം സൗമ്യയോട് ചോദിക്കണ്ട, ചിലപ്പോ മുഖത്തൊപ്പും. കുഴപ്പമില്ല, നന്നായി. ഓക്കെ, എനിവേ അപ്പൊ അടുത്ത നമ്പർ അഹമ്മദ്. നമ്പർ 4. ലാസ്റ്റ് നമ്പർ ഫോർ അഹമ്മദ്. ഓപ്പൺ നമ്പർ 4. ചെയ്യാൻ പറ്റില്ലേ? ചെയ്തിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കാം. അല്ലാ പഠിച്ചോനെ, ആരൊക്കെയാണ് വന്നിക്കണ്? അല്ലാ, കോഴിക്കോട്ടങ്ങാടിയിൽ വന്നപ്പോ കാണാൻ പറ്റാത്തവരൊക്കെയാണ് ഇവിടെ വന്നിക്കണ്. മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ, എനിക്ക് അങ്ങനെ അങ്ങോട്ട് തള്ളി പറയാൻ പറ്റില്ല. അല്ല, അതല്ല, അതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഈ ഓരോ പാട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ അദ്ദേഹം അത് ആസ്വദിക്കുക. എനിക്ക് ഇത് അദ്ദേഹത്തിനുള്ള കൗണ്ടറാണെന്നുള്ള രീതിയിലല്ല. അത്യാവശ്യം ഒരു കടലാസിന്റെ കിരീടമെങ്കിലും കൊടുക്കായിരുന്നു. കിരീടം കൊടുക്കാൻ. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് നമ്പർ ഫോർ അനീഷ്. 10. ഓപ്പൺ നമ്പർ 10. ചെയ്യാൻ പറ്റുമോ? അളിയോ എന്തുവാണ് ഇത്? എന്തുവാളിയോ ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? കുഴപ്പമില്ല. തിരിച്ചേട്ടാ, പ്ലീസ് കം തിരിച്ചേട്ടാ. അവർക്ക് നമ്പേഴ്സ് കഴിഞ്ഞു. ഇനിയിപ്പോ അവരുടെ ലിസ്റ്റിലുള്ളത് നോക്കാം. അഹമ്മദ് ഷാന്റെ ലിസ്റ്റിൽ ഇനിയുള്ള 2 പേർ. ശിവജി ഗുരുവായൂർ. ആദ്യം ശ്രദ്ധിക്കുക, ശിവജി ഗുരുവായൂർ. ആരായിരുന്നു സൊസൈറ്റി ഗോപാലേട്ടൻ? ജന്മിത്തം കുടികൊണ്ട് വാണിരുന്ന കാലത്ത് പാർട്ടിക്ക് വേണ്ടി സധൈര്യം പോരാടിയ മനുഷ്യൻ. സത്യം പറഞ്ഞ ചെമ്മണ്ണൂരിന്റെ പാർട്ടി സ്ഥാപകൻ. എടുത്ത് ചാടി വല്ലതൊക്കെ ചെയ്താൽ അതൊരു രാഷ്ട്രീയബന്ധാവും. സമയം വരും കുഞ്ഞുണ്ണി മുതലാളി, സമയം വരൂന്നേ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ജനാർദ്ദനൻ അല്ലേ? ചെയ്യാം. ജനാർദ്ദന്റെ എല്ലാവരും ചെയ്യുന്ന വോയിസ് തല്ലി ഓടിക്കണ. അതില് വ്യത്യസ്തമായിട്ട് ആദ്യത്തെ വോയിസ്, ആദ്യകാലത്തെ വോയിസ്. മിസ്റ്റർ ഓഫീസർ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ കാര്യം നോക്കി പോകാം. ഗെറ്റ് ലോസ്റ്റ്. ഇപ്പോൾ നാടോടി മന്നൻ എന്ന സിനിമയിലെത്തിയപ്പോൾ ജനാർദ്ദൻ ചേട്ടന്റെ വോയിസ് വളരെ വ്യത്യസ്തമാണ്. അത് നമുക്ക് നോക്കാം. എന്റെ ശ്രീപത്മനാഭ, ഇത് ശ്രീപത്മനാഭന്റെ മണ്ണ. ഞങ്ങൾ ഇവിടം പെട്ടെങ്ങോട്ടും പോകില്ല മോളെ. നമുക്ക് നാളെ പോയി തമ്പുരാനെ ഒന്ന് മുഖം കാണിക്കണം. ഈ ദുഷ്ടന്മാരോട് ദൈവം ചോദിക്കും, എന്റെ ശ്രീപത്മനാഭ. ഓക്കെ, നമുക്ക് അനീഷിലോട്ട് പോവാം അല്ലേ? ഞാൻ മുകേഷിന്റെ. ഹലോ, എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും ഒന്ന് കൈയടിച്ചാട്ടെ. ഒന്നും അല്ലേലും ഇത്രയും ദൂരം വരെ വന്നതല്ലേടേ.
ഈ കോമഡി ഉത്സവത്തിൽ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു പിള്ളേരുടെ പരിപാടിയല്ലേ, വല്ല ബെടായും പറഞ്ഞിട്ട് പോകാന്ന്. പറ്റത്തില്ലെന്ന്. പിള്ളേർക്കൊക്കെ എന്തൊരു ഹ്യൂമർ സെൻസ്. ഇനി മനോജ് കേച്ച്. അവനില്ല ഇവിടെ ബോംബെ വാല അങ്ങടിവാരം മുതൽ കേൾക്കുന്നതാ ഞാൻ അവന്റെ പേര്. ജാതകപ്രകാരം എനിക്ക് രാജയോഗം ഉണ്ടെന്ന സംരക്ഷിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് മുഴുവനുണ്ടെങ്കിൽ ഇത് രാജയോഗം വരട്ടെ. ഇട്ടിയറ്റ് സാറേ, എടാ ചന്ദ്രപ്പ, നീ ഇപ്പൊ കളിച്ച കളിയുണ്ടല്ലോ, അത് നീ ലോൺ എടുത്ത കളിയാ. ഇത് ഞാനാ മുരുകൻ, പാളയം മുരുകൻ, ദോസ്തേ വണ്ടി റാപ്പ്. എത്ര സിനിമയിലെ ഡയലോഗ് ഓർത്തുനോക്കി. പിന്നെ ഇന്നസെന്റിന്റെ ഒരു 2 വോയിസ് സാധാരണ അദ്ദേഹത്തിന്റെ ജസ്റ്റ് ഒന്ന് ബാലകൃഷ്ണ ഗോപാലകൃഷ്ണ ദേ വന്നു രാംജി റാവു ഉണ്ട്. ഞാൻ അഭിനയിച്ച നാടകത്തിൻ്റെല്ലോ 2 കള്ളന്മാരുടെ വേഷം. എന്തേ? ഇനി അദ്ദേഹം രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിൽ വളരെ വൃത്തനായ വാര്യർ എന്ന് പറയുന്നത് അതൊന്ന് അതിപ്പലാഭായല്ലോ. ഒരാളു പറയുന്നു അവിടെ കാണിക്കാൻ, വേറൊരാളു പറയുന്നു ഇവിടെ കാണിക്കാൻ. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് നാടൻ ചീരയുടെ വിത്തുണ്ട്. എന്താ ശേഖരന് വേണോ? ഇവിടെ ശേഖരന് തന്നെ ചികിത്സിക്കാനുള്ളതായിരുന്നെങ്കിൽ കുഷ്ഠരോഗ ആശുപത്രി എന്നൊരു ബോർഡ് വെച്ചൂടായിരുന്നോ? മോനെ നീല, വേണ്ട, ഇത് ഞാനാ പറയണത്, വേണ്ട. രണ്ടുപേരും പറയേണ്ട കാര്യമില്ല. രണ്ടുപേരും 2 രീതിയിലുള്ള 2 സ്റ്റൈലുള്ള ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്. 2 കലാകാരന്മാരും മികച്ച കലാകാരന്മാർ തന്നെയാണ്, യാതൊരു സംശയമില്ല. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. പ്രത്യേകിച്ച് ശിവജി ഗുരുവായൂർ. കാര്യം അദ്ദേഹം ഈ ഒരു കുറേ നാൾ മുമ്പ് പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ പറയും നമ്മളെ മെമിക്രിക്കാർ അനുകരിക്കുന്നില്ല എന്ന് പരാതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആര് ചെയ്താലും ശിവജി ഗുരുവായൂർ. പക്ഷേ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര സ്പ്രിംഗ് മാട്രസ് ആൻഡ് chawaramatrimony.com-ൽ അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസിന് വരുന്ന ആളിന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. ആരാണെന്നറിയാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദി വീഡിയോ പ്രൊഫൈൽ. അടി തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിന്റെ ചാമന്തീർന്നടി തീയമ്മേ. മലയാളി മറന്നുപോയ കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങളെ തെളിമയോടെ വേദികളിലെത്തിക്കുന്ന കലാകാരൻ ഫ്രാൻസിസ് പഞ്ഞിക്കാര. കലാലോകത്തിന്റെ പ്രിയപ്പെട്ട അങ്കമാലി പ്രാഞ്ചി. എണ്ണമറ്റ ശിഷ്യസമ്പത്തുള്ള ഫ്രാൻസിസ് പഞ്ഞിക്കാര ഇന്നും ചുറുചുറുക്കോടെ കലാരംഗത്ത് സജീവം. അങ്കമാലി ഡയറീസിലെ ഹിറ്റ് ഗാനങ്ങളിലൂടെ സിനിമാ പിന്നണി മേഖലയിലും തരംഗം തീർക്കുന്ന ഫ്രാൻസിസ് പഞ്ഞിക്കാരയെ നർമ്മത്തിന്റെ ഈ ഉത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സത്യം പറഞ്ഞാല് തമറടിക്കണ ഇപ്പോൾ ഇല്ലാത്ത ഒരു വൈകുന്നേരം ഇല്ലാന്ന് തന്നെ പറയാം. നമ്മുടെ റേഡിയോയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്യണ പാട്ടാണ്. അപ്പൊ ഇവരൊക്കെ ആരാ പറഞ്ഞേട്ടാ? ഇതൊക്കെ എന്റെ ശിഷ്യന്മാരാണ്. ഇത് നമ്മുടെ ഒക്കെ ശിഷ്യകളാണ്. ഇത് എന്റെ കൂടെ പാടിയ ആളാണ്. ആ ഡയറിയിൽ കൂടെ പാടിയ ആളാണ്. പേരെന്താ മോനെ? എന്റെ പേര് ഫെബിൻ. മോന്റെ പേര്? അലനും. മോന്റെ പേര്? എറിൻ. അലൻ, എറിൻ, ഫെബിൻ. അപ്പോ റാഞ്ചേട്ടാ നമുക്കൊരു പാട്ട് പിടിക്കല്ലേ? താദിനം ദയ്യം താദിനം ദയ്യം താദിനം ദയ്യം ദയ്യം തരാ താദിനം ദയ്യം താദിനം ദയ്യം താദിനം ദയ്യം ദയ്യം തരാ അടി താദിനം ദയ്യം താദിനം ദയ്യം താദിനം ദയ്യം ദയ്യം തരാ താദിനം ദയ്യം താദിനം ദയ്യം താദിനം ദയ്യം ദയ്യം തരാ അടി തിത്തിനോ തിന്നിനോ അട തിത്തിന കട താരിക തിത്തിനോ തിന്നിനോ അട തിത്തിന കട താരിക അർഗർഗ ചിർഗർഗ ചീരഗ ചമ്പകു വിത്തലം പടി പാവണ അർഗർഗ ചിർഗർഗ ചീരഗ ചമ്പകു വിത്തലം പടി പാവണ അടി തള്ള ഞാറു നിൽക്ക നിൽക്ക പിള്ള ഞാറു വലിക്കണ തള്ള ഞാറു നിൽക്ക നിൽക്ക പിള്ള ഞാറു വലിക്കണ വലിക്കണ ഞാറു വലിക്കണം പിടി ഞാറു കെട്ടിയിട്ടറിയണ വലിക്കണം ഞാറു വലിക്കണം പിടി ഞാറു കെട്ടിയിട്ടറിയണ അടി താദിനം ദയം താദിനം ദയം താദിനം ദയം ദയം താരാ താദിനം ദയം താദിനം ദയം താദിനം ദയം ദയം താരാ അടി ആലി ആലി വനപ്പുറത്തുള്ളൊരു മത്തേൻ ദയ്യം പൂണ്ട് ആലി ആലി വനപ്പുറത്തുള്ളൊരു മത്തേൻ ദയ്യം പൂണ്ട് അടി മത്തബുദ്ധതും മത്തബുദ്ധതും കാപറിച്ചതും കാപറിച്ചതും കറിക്കരിഞ്ഞതും കറിക്കരിഞ്ഞതും കൂട്ടാൻ വെച്ചതും നെയ് പൊരിച്ചതും നെയ് പൊരിച്ചതും നെയ്യലൊലത്തിയതും നെയ്യലൊലത്തിയതും അടി നീ അറിഞ്ഞോ
കൊടി പെണ്ണെ താഴ്ത്ത വീട്ടിലെ വെളുത്ത പെണ്ണെ കുഞ്ഞാലി താതിനന്തയം 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 തയ്യം താരാ അടി കിത്ത തിന്ന കരികുട നിവൃത്തേ. അതെ, ഒരു കാര്യം പറയട്ടെ. ഈ നിൽക്കണ 3 കൊച്ചു പിള്ളേരും ഈ ഇരിക്കണ എല്ലാ പിള്ളേരും എല്ലാരെയും കാണും. ചേട്ടൻ എങ്ങനെ ഇത്ര എനർജി? ഈ 67-ാമത്തെ വയസ്സിൽ എങ്ങനെ ഇത്ര എനർജി? ഓർക്കർച്ചി സാറ് പറഞ്ഞത് കറക്റ്റ്. ഈ തട്ടേ കയറുമ്പോ മട്ടുമാറുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തായിരുന്നു അവരെ കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും അടങ്ങി നിന്നിട്ടില്ല. നല്ല അത് തന്നെ നിൽക്കുക. അടുത്ത പാട്ട് ഞങ്ങൾ പാടാൻ പോകുന്നത് അങ്കമാലി തലപ്പള്ളി പറ്റിയാണ് പാടാൻ പോകുന്നത്. അല്ല, സാധാരണ പിന്നണി ഗായകർ എന്ന് പറഞ്ഞൊക്കെ പരിചയപ്പെടുത്തുമ്പോ ഷെർവാണി ജുബ്ബയൊക്കെ ഇട്ട് ഒരു പിന്നണി ഗായകനാ നിൽക്കുന്നത്. ഓക്കെ, അങ്കമാലി പള്ളിയേക്ക്. അങ്കമാലി പള്ളി അടിഹിത്ത തിന്ത തരികുട തിമൃത തൈത കളി കളി എട്ട് നാടും കീർത്തി പെട്ടോ രംഗമാലി തലപ്പള്ളി ഇമ്പമോടെ വാണാരുളും ഗീവാറുഗീച്ച ഇമ്പമോടെ വാണാരുളും ഗീവാറുഗീച്ച എന്തകതികതൈ തങ്ങൾ നാമം തൂതിപ്പാനും തങ്ങൾ നാമം വർദ്ധിപ്പാനും തങ്കരുണ്യം തന്നിടനെ ഗീവാറുഗീച്ച തങ്കരുണ്യം തന്നിടനെ ഗീവാറുഗീച്ച എന്തകതികതൈ മുന്ന് വെച്ച കുരിശും കൊള്ളാം പിന്നെ വെച്ച പള്ളിയും കൊള്ളാം അങ്കമാലി പള്ളിയുടെ ഇരിപ്പും കൊള്ളാം അങ്കമാലി പള്ളിയുടെ ഇരിപ്പും കൊള്ളാം തകതികതൈ വെച്ച കുരിശും കൊള്ളാം പിന്നെ വെച്ച പള്ളിയും കൊള്ളാം അങ്കമാലി പള്ളിയുടെ ഇരിപ്പും കൊള്ളാം തകതികതൈ അങ്കമാലി പള്ളിയുടെ ഇരിപ്പും കൊള്ളാം തകതികതൈ എട്ടു നാടും കീർത്തി പെട്ടോ രംഗമാലി തലപ്പള്ളി ഇമ്പമോടെ വാണാരുളു ഗീവാറുഗീച്ച ഇമ്പമോടെ വാണാരുളു ഗീവാറുഗീച്ച തകതികതൈ എട്ടു നാടും കീർത്തി പെട്ടോ രംഗമാലി തലപ്പള്ളി ഇമ്പമോടെ വാണാരുളും ഗീവാറുഗീച്ച തകതികതൈ ഇമ്പമോടെ വാണാരുളും ഗീവാറുഗീച്ച തിന്ത തരികുട നിവൃത്തൈ. ഇതിനെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി എങ്ങനെയാണ് സ്റ്റുഡിയോയിൽ ഇദ്ദേഹത്തിനെ നിർത്തി പാടിച്ചത്? കെട്ടിട്ടോ? അല്ല, ഇത് നിൽക്കണില്ലല്ലോ. കാല് പിടിക്കാൻ വേറൊരാളുണ്ട്. ഉണ്ടായിരുന്നു. കാലിലിങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് പോയത്. അവിടെ ക്യാമറ പോലും ഇല്ല. ഇങ്ങോട്ട് വാ. ചേട്ടൻ ഇങ്ങനെയാണാ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. വീട്ടിലിങ്ങനെ തന്നെയാണോ? പാട്ട് പാടുക മാത്രമേ ഉള്ളൂ. അല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വീട് കണ്ടിട്ടില്ല. ഇറങ്ങി പ്രാഞ്ചിയേട്ടനെ മാസ്റ്റർ പീസ് പാടാതെ വിടാൻ പറ്റില്ലല്ലോ. അതെ അതെ, ആ മാസ്റ്റർ പീസിലേക്ക് കിടക്കല്ലേ അവള്. കാണാ ഇപ്പോ മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന പാട്ട്, ആ പാട്ട് പാടിയ ആളാണ് നിൽക്കുന്നത് അങ്കമാലി പ്രാഞ്ചി. ആ പാട്ട് പാടല്ലേ? അതെ, പാടാൻ പോവാണ്. നമ്മുടെ തീയാവ തമരടിക്കണ കാലമായടി തീയാമേ കാച്ചിന്റെ സാമം തീർന്നടി തീയാമേ തമരടിക്കണ കാലമായടി തീയാമേ കാച്ചിന്റെ സാമം തീർന്നടി തീയാമേ അടി തമരടിക്കണ കാലമായടി തീയാമേ കാച്ചിന്റെ സാമം തീർന്നടി തീയാമേ 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 തീയാ തീയാ 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 തീയാമേ കടൽ വരണ കാലമായടി തീയാമേ കാച്ചിന്റെ താമം തീർന്നടി തീയാമേ കടൽ വരണ കാലമായടി തീയാമേ കാച്ചിന്റെ താമം തീർന്നടി തീയാമേ വീതിയുളി കൃതാവാണടി തീയാമേ കാച്ചിന്റെ താമം തീർന്നടി തീയാമേ വീതിയുളി കൃതാവാണടി തീയാമേ കാച്ചിന്റെ താമം തീർന്നടി തീയാമേ മുറിവാലൻ മീശയാണടി തീയാമേ അങ്കമാലിക്കാരനാണടി തീയാമേ തീയാമേ അങ്കമാലിക്കാരനാണടി തീയാമേ അടി തമരടിക്കണ അടിക്ക
നമ്മുടെ ചേട്ടന്റെ ഭാര്യയുടെ പേര് തീയമെന്നാണോ? വൈഫിന്റെ പേര് എന്റെ വൈഫിന്റെ പേര് മേരി. മേരി. ഈ പാട്ട് എഴുതിയതാരാ ചേട്ടാ? ഇതൊക്കെ ഞങ്ങൾ തന്നെയാണ്. ഇത് എൻ്റെ ആശാന തമിഴ് മടവിൽ പണിയുണ്ടായി. അപ്പൊ അവിടെ തീയാമെന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായി. അപ്പൊ ആ പെണ്ണിനെ പറ്റി അങ്ങനെ ഒരു ചെറിയ നോട്ടം ഉണ്ടാവും. അപ്പൊ ആ നോട്ടത്തിലെ ഒരു പാട്ട് എടുത്ത് പോരിങ്ങി പോർച്ച എന്നുള്ള തീട്ടലിൽ തട്ടിയതാ. ഇനി ഇതിനെ ഈ പാട്ട് ഹിറ്റായപ്പോ ഫോണിൽ കൂടെ തെയ്യാമെ വിളിച്ച് പാടി എന്താ അറിയോ? തിമിറ് പാട്ടത് ഹിറ്റുകായടി തെയ്യാമേ കാശിന്റെ ചാമം തീർന്നടി. ചേട്ടാ, രഞ്ജേട്ടാ, പ്രചോദേട്ടാ, നമ്മൾ ഒരു ഉറപ്പിന്റെ പേരിൽ പ്രാഞ്ചേട്ടനെ ഇവിടെ തിരിച്ചുവിടാം. അതായത് തിരിച്ചു വന്ന് ഇതേപോലെ തന്നെ കൂടുതൽ പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിത്തരണം. ഉറപ്പല്ലേ? ഉറപ്പാണ്. നിങ്ങളെല്ലാവരും തിരിച്ചു വരില്ലേ? അപ്പൊ ആ ഒരു ഉറപ്പിന്റെ പേരിൽ മാത്രം അവരെ വിടാം. അങ്കമാലി ബ്രാഞ്ചിക്കും ടീമിനും വേണ്ടി എല്ലാവരും നല്ലൊരു ഗൈഡ് എടുത്തേ. ഈസി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര സ്പ്രിംഗ് മാട്രസ് ആൻഡ് ചാവറ മാട്രിമണി.com അടുത്തത് ഒരു ഡാൻസ്. മിമിക്സ് പരിപാടിയല്ലേ കോമഡി ഉത്സവം? കോമഡി ഉത്സവം മിമിക്സ് പരിപാടിയാണ്. തീർച്ചയായിട്ടും ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ചേട്ടൻ ഒരുപാട് ഡബ് സ്മാഷ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ആൾക്കാരൊക്കെ ഒരുപാട് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ചേട്ടൊക്കെ ഗംഭീരമായിട്ട് ഡബ് സ്മാഷ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ ഡബ് സ്മാഷ് വെച്ചിട്ട് ഒരു ഡാൻസ് കളിക്കാൻ പറ്റും? അത് വെറൈറ്റി അല്ലേ? തീർച്ചയായിട്ടും വെറൈറ്റി. ഡബ് സ്മാഷ് വെച്ച് ഡാൻസ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഡാൻസ് കളിക്കുമ്പോൾ അതിനകത്തും ഒരു ചേഞ്ച് കൊടുക്കണ്ടേ? ഇത് കോമഡി ഉത്സവത്തിന്റെ ഡെഡിക്കേഷൻ ആണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് വേണ്ടി. ലാലേട്ടന് വേണ്ടി ഒരു ഡബ് സ്മാഷ് ഡാൻസ് brought to you by D-Souls Dance Company. D-Souls Dance Company will perform here. അവർക്ക് വേണ്ടി എല്ലാവരും come on please. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെ അവൻ? വിളിക്കേ. ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്. ഇത് ചവിട്ടിപ്പൊട്ടിച്ച് എന്നിട്ട് കാലയും വിട്ടു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? Is it 66557? നിന്റെ അച്ഛൻ അപ്പുണ്ണിൽ എത്തണ്ടി. ആശുപത്രി കൊണ്ടുപോകണം. കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. കനകത്തിൻ താമരൈ പ്രണയത്തിൻ താളുകളിൽ കാണും തളമെഴുതുമ്പോൾ ആരോടും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. കോഴിയെ കയ്യിലെടുക്കുക, കൈകൾ ഇരുവശത്തേക്കും അകത്തുക,
കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. പിന്നെ കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി എന്റെ ഗാനം നിന്റെ ചൊടിയിൽ വിരിയും അലറിനാളികൾ മറന്നു വരും. ഇതെന്തൊരു ശല്യ. ശ്രീനിവാസ, സവാരി ഗിരിഗിരി കയ്യട് മോനെ. ഒരുകനടഞ്ഞ നരസിംഹ നരസിംഹ. അല്ല പ്രചോദനെ അറിയില്ല ഇവരെ കുറിച്ച്. മിഥുന്, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു ഡാൻസ് ആണ് ഇവർ പ്രസന്റ് ചെയ്തത്. എന്നിട്ട് ദുൽഖർ സൽമാൻ നേരിട്ട് വിളിച്ചിട്ട് ഇവർ അഭിനന്ദിച്ചു. പക്ഷെ ഇത് ഒരു ഐഡിയ ഇതിനെ സമ്മതിച്ചു കേട്ടോ. നിങ്ങൾ ഈ ഒരു 6 പേരുടെ ഐഡിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു 1.5 സിനിമയ്ക്കുള്ള സംഭവം തന്നെയാണ്. അതെ, അതിനെല്ലാരും ചേർന്ന് നല്ല ഐഡിയ എടുത്തേക്കടാ. ആദ്യം തന്നെ 6 പേരും അടിച്ചു പൊളിച്ചു കളഞ്ഞു. പിന്നെ ഇടയ്ക്ക് അത്യാവശ്യം തമാശ ഉണ്ടായിരുന്നു. ഇവിടെ മൂമെന്റ്സിലെല്ലാം തമാശ ഉണ്ടായിരുന്നു. അതുപോലെ കോഴിയെ കയ്യിലെടുക്കാന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല അങ്ങേരെ പെട്ടെന്ന് ഇങ്ങനെ കയ്യിലെടുത്തിട്ട്. അത് കോഴി ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്നതൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് എന്താണ് ഇവിടെ കാര്യം എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ആദ്യം ഇവര് വന്നപ്പോ ഡാൻസിന് എന്താണ് ഇതിനകത്ത് നമ്മള് ചിന്തിച്ചതിനൊക്കെ അപ്പുറത്താണ് ഇവരുടെ പെർഫോമൻസ്. ഇനി ഇതേപോലുള്ള രസകരമായ നമ്പറുകളുമായി വീണ്ടും ഈ വഴികളിലൂടെ ആനകളെയും തെളിച്ചുകൊണ്ട് വരുമോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോകുന്ന പ്രശ്നമില്ല. ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല, ഇറക്കി വിട്ടാലും പോവില്ല. അല്ല, ഇപ്പൊ ലാലേട്ടനുള്ള ഡെഡിക്കേഷൻ ആയിട്ടാണ് വന്നത്. ഇനിയും നമുക്ക് സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, അവർക്കുള്ള ഡെഡിക്കേഷൻ ആയിട്ട് ഈ വേദിയിലെത്തണം. തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത ഡെഡിക്കേഷൻ മമ്മൂക്കയ്ക്ക് വേണ്ടി നോക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. But right now, once again, a big applause for these souls. Thanks a lot, guys. Easty Comedy Utsavam powered by Sunidra Spring Mattress and ChavaraMatrimony.com. അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമുക്ക് ആളാരാണെന്ന് അറിയുന്നതിന് മുമ്പ് പ്രൊഫൈൽ. ഇരുൾമൂടിയ കാഴ്ചകൾ മാത്രമാണ് ഉണ്ണിക്കണ്ണന് വിധി സമ്മാനിച്ചത്. എന്നാൽ പ്രതിഭയുടെ സ്വർണ്ണത്തിളക്കം ഈ കലാകാരന്റെ ഉൾക്കാഴ്ചയ്ക്ക് വെളിച്ചമേകുന്നു. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി ഉണ്ണിക്കണ്ണൻ ഇന്ന് മിമിക്രി വേദികളിലെ അത്ഭുത പ്രതിഭാസം. ജന്മന അന്ധനായ ഈ കലാപ്രതിഭ തന്റെ നിരന്തര സാധനയിലൂടെ ശബ്ദാനുകരണ കലയിൽ തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുന്നു. സംസ്ഥാന കലോത്സവ വേദികളിൽ തുടർച്ചയായി 3 വർഷം മിമിക്രിയിൽ ഒന്നാമനായി തന്റെ കലാ നൈപുണ്യത്തെ കലാലോകത്തിന് കാട്ടിക്കൊടുത്തു ഉണ്ണിക്കണ്ണൻ. ചിരിയുടെ ഈ മാന്ത്രിക വേദിയിലേക്ക് ഉണ്ണിക്കണ്ണനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഉണ്ണി, അവിടെ നമ്മുടെ പക്രുചേട്ടനുണ്ട്, ഗിന്നസ് പക്രുചേട്ടൻ. നമസ്കാരം. നേരെ നോക്കിയാൽ ഗിന്നസ് പക്രു. അവിടെ ടിനി ടോം ഉണ്ട്, അറിയില്ലേ? അറിയാം. നമസ്കാരം മോനെ. നമസ്കാരം സാർ. അപ്പുറത്തിരിക്കുന്ന കലാഭവൻ പ്രചോദ്. നമസ്കാരം സാർ. നമസ്കാരം ഉണ്ണി. അപ്പോ ഉണ്ണി നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഉണ്ണി ആദ്യം ആരെ അനുകരിക്കാൻ പോണോ ഉണ്ണി? ആദ്യമായി നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച ലാൽ ജോസ് സാറിന്റെ ശബ്ദം. ലാൽ ജോസ്, സംവിധായകൻ ലാൽ ജോസ്. എല്ലാവരും come on. ഉണ്ണി, അദ്ദേഹം പ്രോഗ്രാമിലൊക്കെ ജഡ്ജ് ചെയ്യുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓ പ്ലീസ്. നിങ്ങളുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതില് ചെറിയ ചെറിയ തിരുത്തലുകൾ വന്നാൽ ഇത് നല്ലൊരു സ്ക്രിപ്റ്റാണ്. ദൈവവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് കലാകാരന്മാർ. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്ന് നമുക്ക് നല്ല ഉറപ്പാണ്.
നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും തരുന്നു. നന്ദി. ബ്യൂട്ടിഫുൾ. അടുത്തായി ടിനി ടോം സാറിന്റെ ശബ്ദം. ഇത് ആരും ഇവിടെ ഗ്രൂം ചെയ്യിക്കണത്? കൊച്ചുകുട്ടികളുടെ സംഭവം എടുക്കാന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതാണ് യഥാർത്ഥ കലാകാരൻ. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. നിങ്ങൾക്ക് ഞാൻ തരുന്നു 40-37 മാർക്ക്. ബ്യൂട്ടിഫുൾ. ഹാപ്പി അല്ലേ ചേട്ടാ? എങ്ങനെയുണ്ട് ടെൻഷനെ ഇമിറ്റേറ്റ് ചെയ്തത്? നന്നായിട്ടുണ്ട്. ഉണ്ണി അടുത്തത്. അടുത്തായി പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ നമുക്ക് സുപരിചിതനായ ഗോപകുമാർ സാറിന്റെ ശബ്ദം. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. കംസൻ കൃഷ്ണനെ പോലെ, രാവണൻ ശ്രീരാമനെ പോലെ, നരഭോജികളായ വരയാമ്പൊലിക്ക് അന്തകനാകാൻ അവതാരമെടുത്തവനാണ് മുരുകൻ. അടുത്തത്. അടുത്തായി ജ്യോതിഷ പണ്ഡിതൻ ആറ്റുകാൽ രാധാകൃഷ്ണൻ. നമസ്കാരം. അനന്തൻ അജ്ഞാതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇനിയുള്ള കാലം ആർക്കും അത്ര നല്ല കാലമല്ല. പ്രത്യേകിച്ച് എനിക്ക് ലഗ്നത്തിൽ വിഘ്നമാണ് കണ്ടുവരുന്നത്. ആയില്യ നക്ഷത്രക്കാർക്ക് കഴിച്ച് എന്ത് കിട്ടിയാലും ആയില്യ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മലയാളത്തിലെ ഗ്ലാമർ നടി ഷക്കീലയ്ക്ക് ഈ വർഷം ലക്കല്ല. ഹിന്ദുവായിട്ട് ജന്തുവായിട്ട് തീരും. നാളുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അശ്വതി, രോഹിണി, കാർത്തിക കാലൊടിഞ്ഞ് വീട്ടിൽ കിടക്കുകയാണ്. അടുത്ത ആഴ്ച എഴുന്നേറ്റടക്കും. ഭരണി പിള്ളേരുടെ കൈ കൊടുക്കരുത്, താഴെയിട്ട് പൊടിച്ചു കളയും. പൊതുവെ സമയമോശമാണ്. അപ്പോൾ അടുത്ത ആഴ്ച ആരും എന്നെ തല്ലിക്കൊന്നില്ലെങ്കിൽ വീണ്ടും കാണാം. നന്ദി. ശവസംസ്കാരം. ഉണ്ണീനെ ആരാ പഠിപ്പിക്കുന്നവരെ? എന്നെ പഠിപ്പിക്കുന്നത് ചിറയൻകീഴ് സെന്തിൽ എന്ന് പറയുന്ന ഒരാളാണ്. ചിറയൻകീഴുള്ള സെന്തിൽ മിമിക്രി ആർട്ടിസ്റ്റ്. അതെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ താരങ്ങൾ. അപ്പോൾ ഇത് എന്താ പറയാ, ഒരു നല്ല സിദ്ധിയുള്ള കഴിവുള്ള ഒരു കലാകാരനാണ്. കൂടുതൽ കൂടുതൽ വേദികളിൽ ഇതുപോലെ പെർഫോം ചെയ്യുക. എന്തായാലും ഉണ്ണിക്കണ്ണനെ ലോകം മുഴുവൻ ഇനി അറിയും. എല്ലാവരുടെയും പ്രോത്സാഹനം നേരിട്ട് കേൾക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഞാൻ സെന്തിലിനെയും കൂടി ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇതുപോലെ ഒരു അനിയന് വേണ്ടിയിട്ട് അവൻ സമയം ചെലവഴിച്ചത് ഇരട്ടിയായിട്ട് ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളത് കേട്ടറിവിനേക്കാൾ വലുതാണ് ഉണ്ണി എന്ന സത്യം എന്ന്. കാരണം ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ അനന്തജ്ഞാത്തിലെ ഡയലോഗ്സ് ഒക്കെ അത്രയും ബൈഹാർട്ടാക്കി കറക്റ്റായിട്ട് പറയുന്നു. എല്ലാ നടന്മാരും വളരെ രസമായിരുന്നു. അതുപോലെ ലാൽ ജോസ് സാറൊക്കെ പക്ക പെർഫെക്റ്റ് സൗണ്ട് പെർഫെക്റ്റ് ആയിട്ട്. ഉണ്ണിയപ്പം ഇനിയും ഒരുപാട് സ്റ്റാറുകളെ പഠിപ്പിക്കുക. വീണ്ടും കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ വരിക. എല്ലാവരും ചേർന്ന് നമ്മുടെ ഉണ്ണിക്ക് വേണ്ടി ഒരു നല്ല കഴിവ് കൊടുത്ത്. ഈസി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര സ്പ്രിംഗ് മാട്രസ് ആൻഡ് ചാവറ മാട്രിമണി.com-ൽ അടുത്തത് സ്പോട്ട് ഡബിംഗ്. ഇത്തവണ വരാൻ പോകുന്നത് ലെറ്റ്സ് വെൽക്കം, നേരത്തെ ഈ സ്റ്റേജിൽ വന്നിട്ടുള്ള ആളാണ് വൈഷ്ണവ്. ടൊവിനോയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ടൊവിനോയ്ക്ക് വേണ്ടിയല്ലേ സ്പോട്ട് ഡബ് ചെയ്യാൻ പോണേ? ഏത് സിനിമ? ഗപ്പി എന്ന സിനിമയിലെ ശ്രീനിവാസനായിട്ടുള്ള അവസാന സീൻ. പറയുമ്പോ പിന്നെ ടൊവിനോ ഉണ്ട്. സൗണ്ട് ആണ്. അപ്പോ ടൊവിനോയ്ക്ക് വേണ്ടി ഡബ് ചെയ്യാം. പക്ഷെ സ്പോട്ട് ഡബിങ്ങിന്റെ സ്പോട്ട് ആ രണ്ട് മഹാരാജന്മാരുടെ നടുക്കാണ്. ഓക്കെ, അവിടെ ചെല്ലുക. ഞാനിവിടെ സ്ക്രീൻ തരാം. ഓക്കെ, എല്ലാവരും കം ഓൺ പ്ലീസ്. നിങ്ങൾ ഈ റെയിൽവേയുടെ പെർമനന്റ് സ്റ്റാഫ് ആണോ? അല്ല, ടെമ്പററി ആണ്. ഇപ്പോഴാണെങ്കിൽ റിട്ടേൺ പാസ്സാവണം. അപ്പോ ഈ ഗേറ്റിലെ ജോലി പോയാ വേറൊന്നും കിട്ടില്ല അല്ലേ? ഒരു നാടിന്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് എന്നോട് കൊണ്ടുവന്നത് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങളാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ സ്വന്തം കീശ ഉറപ്പിക്കുന്ന തിരക്കിനിടയിൽ ജനങ്ങളുടെ നന്മ ചെയ്യാൻ ഏത് രാഷ്ട്രീയക്കാരാ നേരം? ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു പാലം തന്നെ യാതൊരു ആവശ്യവും ഇവിടുത്തെക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാലത്തിനോട് നിർത്തിവെച്ചു. പിന്നെ ഓണച്ചനെ പോലെയുള്ള ചില രാഷ്ട്രീയക്കാർ വിചാരിച്ച് എനിക്ക് വേറെ ആൾ വരും. പക്ഷെ അതിനും ചുരുങ്ങിയത് 2 സർക്കാർ വീണ്ടും വരണം. ആമിന ഇപ്പം എത്രാം ക്ലാസ്സിലാ? 7ാം ക്ലാസ്സിൽ. അപ്പോൾ ഒരു 10-12 വർഷം എടുക്കും എഞ്ചിനീയറിംഗ് പാസ്സാവാൻ. ഇപ്പോൾ ഈ പാലം പണിതാ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി പോവും, നിങ്ങളുടെ വരുമാനം നിൽക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ച് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഇതൊന്നും ഈ പാലം പണിയൊന്നും എനിക്കറിയില്ലല്ലോ. പക്ഷെ എല്ലാത്തിനുപരി ആമിനയുടെ ഭാവിയാണ്, അവളുടെ സന്തോഷമാണ്.
അതാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത ചെറിയൊരു അവിവേകം. അതിനകത്ത് എനിക്ക് മിമിക്രി ആണോ ഇനി ഇദ്ദേഹത്തിന്റെ സ്വന്തം സൗണ്ട് കൊണ്ട് ഡബ് ചെയ്താണോ എന്നുള്ള ഡൗട്ടാണ്. കാരണം അത്ര പെർഫെക്റ്റ് സിംഗിലാ പോയെ. നമുക്ക് മൊയ്തീൻ ഡയലോഗ് പറയാം. അപ്പോഴാകുമ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യും. ഓക്കെ. ഒരു ത്യാഗം ചെയ്യാനായിട്ട് വന്നവനല്ല ഞാൻ. നിന്നെ ഒരിക്കലും മൊയ്തീനെ അടിച്ചു കൊടുക്കുന്നില്ല, ഉറപ്പാ കാഞ്ചന. എന്നെപ്പോലൊരു പെണ്ണ് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ എൻ്റെ ജീവിതം തകർന്നതാണ് എനിക്ക് പറ്റില്ല കാഞ്ചന. എൻ്റെ മനസ്സിലുള്ള സ്നേഹം എന്തെങ്കിലും ഈ ലോകം തിരിച്ചറിയും. മാപ്പ്. അറിയാതെ ചെയ്തു പോയി തെറ്റിന് മാപ്പ്. എക്സലന്റ്. വൈഷ്ണവ് ആ ടൊവിനോ സൗണ്ട് പെർഫെക്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ടൊവിനോയുടെ സമയം കുറെ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ സൂപ്പർ സ്റ്റാറിലോട്ടൊക്കെ തന്നെ പോട്ടെ എന്നുള്ളത് വേണം പറയാൻ. അങ്ങനെ ആവുമ്പോൾ കൃത്യമായിട്ട് ഇദ്ദേഹത്തിനും അതേ രീതിയിലുള്ള വളർച്ച ഉണ്ടായിക്കോട്ടെ. അല്ല, അതിനു മുൻപ് തന്നെ ഇദ്ദേഹം വേറെ സിനിമകളിലേക്ക് എങ്ങനെയുണ്ട്? ഒന്നുമില്ല, ടിനി പറഞ്ഞ പോലെ വൈഷ്ണവ് നല്ല നല്ല സിനിമകൾ കിട്ടും എന്നുള്ള ഉറപ്പാണ്. അതുപോലെ ഇതൊക്കെ ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന വൈഷ്ണവിന് സിനിമയിലായിരിക്കും. ഒരുപാട് സിനിമകൾ കിട്ടട്ടെ, ഒരുപാട് വേദികൾ കിട്ടട്ടെ വൈഷ്ണവ്. താങ്ക് യു. ഈ ന്യൂജൻ പിള്ളേരെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ മിമിക്രിയിലും ഉണ്ടല്ലോ ന്യൂജൻ. ആ ഒരു ഗണത്തിൽ പെടുത്താവുന്ന ഒരാളാണ്. കാരണം സ്പോട്ട് ഡബിങ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കടന്ന കൈയാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് സമയം ഇദ്ദേഹം എടുത്തിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ. അതുപോലെ തന്നെ ലിപ്പ് സിങ്ക് ചെയ്ത് കൃത്യമായിട്ട് പറയാന്നൊക്കെ പറയുന്നത്. അത് ഇത്രയും ആൾക്കാരെ ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് ഒറ്റ സ്വിങ്ങിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഗംഭീരമായിട്ടുള്ള കലാകാരന് മാത്രമേ പറ്റുള്ളൂ. എല്ലാ ആശംസകളും. അപ്പോ ഇതുവഴി നടന്ന് നേരെ പോയി സിനിമയിൽ കയറിക്കോണം കേട്ടല്ലോ എല്ലാവരും. വൈഷ്ണവിന് വേണ്ടി കമാൻ. ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര സ്പ്രിംഗ് മാട്രസ് ആൻഡ് ചാവറ മാട്രിമണി.com. ഇന്നത്തെ ഉത്സവം കൊടിയിറങ്ങുകയാണ്. കൊടിയിറക്കത്തിനായി ആ ട്രയോനെ സ്വാഗതം ചെയ്യുന്നു. ഗിന്നസ് പക്രോ, ടിനി ടോം ആൻഡ് കലാഭവൻ പ്രജോദ്. ഇന്ന് അങ്ങനെ പാട്ടുണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, മിമിക്രിക്ക് മിമിക്രി, ഡബിങ്ങിന് ഡബിങ്, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു അവാർഡ് ഷോന്റെ ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് റിയൽ ഉത്സവം. യഥാർത്ഥത്തിൽ ഒരു പുതിയ ഉത്സവമായിരുന്നു അല്ലെ? കാരണം ഡാൻസിലൂടെ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയ ഒരു സംഭവം എന്ന് പറഞ്ഞത്. ഇങ്ങനൊരു സംഭവം ഡാൻസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യമായിട്ടാണ്. ഇന്നത്തെ എപ്പിസോഡ് വളരെ കൗതുകകരമായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. ഇനി അടുത്ത എപ്പിസോഡിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങളും ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രചോദേട്ടന്റെ ഒരു 2 വരി പാട്ട് നാടൻ പാട്ടിൽ നടത്താം. ഓക്കെ. ഞാനോണ്ടളിയനും കൂടി തോട്ടുവരമ്പെ പോകുമ്പോ തോട്ടുവരമ്പത്തൊരു ചേനത്തണ്ടൻ. ഞാനോണ്ടളിയനും കൂടി തോട്ടുവരമ്പെ പോകുമ്പോ തോട്ടുവരമ്പത്തൊരു ചേനത്തണ്ടൻ. ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ടു പാഞ്ഞെടുത്തു വന്നപ്പോഴും ചെറുപടി പോലൊരു കുറുപടി കാട്ടിട്ട് അവിടം വിട്ടെന്നേ. വെള്ളക്കാരൻ സായും പ്രാക്കൻ വല്ലാത്തൊരു സൂത്രക്കാരൻ നേർച്ച പോലൊരു ദീവൻകല്ലേ കൂകിപ്പായുന്നേ. കാര്യം നടത്താൻ നാട്ടാരും തൂക്കിക്കൊല്ലാം മൈസ്രേട്ടും ഉന്നെ ഞമ്മൾ കൊണ്ടോകും കോഴിക്കോട്ടേക്ക്. ഞാനോന്റെ അളിയൻ കൂടി തോട്ടുവരമ്പെ പോകുമ്പോ തോട്ടുവരമ്പത്തൊരു ചേനത്തണ്ടൻ. ഓ ഞാനോന്റെ അളിയൻ കൂടി തോട്ടുവരമ്പെ പോകുമ്പോ തോട്ടുവരമ്പത്തൊരു ചേനത്തണ്ടൻ. അങ്ങനെ അത് കലക്കി കൊടിയിറങ്ങാണ്. See you next time.